പുതിയ സ്കോളർഷിപ്പ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മിന്ത്ര എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗാർമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി നൽകുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. അപ്പൊ ആ ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇത് ഗാർമെന്റ്സ് ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽസ് തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ ആർട്ടിസൻസിന് വേണ്ടി മാത്രമാണ് ഈ സ്കോളർഷിപ്പ് നൽകുക. 20,000 രൂപയാണ് ഒരു വർഷം കിട്ടുക. അങ്ങനെ 3 വർഷം വരെ സ്കോളർഷിപ്പ് കിട്ടും. 5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക. ഗാർമെന്റ് തൊഴിലാളികളുടെ, ടെക്സ്റ്റൈൽസ് തൊഴിലാളികളെ അല്ലെങ്കിൽ ആർട്ടിസൻസ് ആയിട്ടുള്ള ആളുടെ മക്കൾക്ക് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയും. ഒരു വർഷം 20,000 രൂപ കിട്ടും എന്നുള്ളതാണ്. 2 കാറ്റഗറിയിലാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. യുജി ട്രാക്ക് ആണ്, 2 സ്കില്ലിംഗ് ആണ്. യുജി എന്ന് പറയുമ്പോൾ +2 പൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് 60% മാർക്ക് വാങ്ങി +2 പൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് റെഗുലർ ആയിട്ട് യുജി പഠിക്കുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയാണ്. രണ്ടാമത് സ്കില്ലിംഗ് കാറ്റഗറിയാണ്. സ്കില്ലിംഗ് കാറ്റഗറി എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിന് ശേഷം 14 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സിന് താഴെയുള്ള ഇപ്പൊ നമ്മുടെ VHSC, NSDC അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികൾ നൽകുന്ന സ്കിൽ കോഴ്സുകളുണ്ട്. അത് എന്ത് റിലേറ്റഡ് സ്കിൽ കോഴ്സുകൾ? ഗാർമെന്റ് റിലേറ്റഡ് സ്കിൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫോട്ടോ വേണം, മാർക്ക് ഷീറ്റ് വേണം, അഡ്മിഷൻ കിട്ടിയതിന്റെ പ്രൂഫ് വേണം, ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, പാരന്റ്സിന്റെ വർക്ക് പ്രൂഫ് വേണം. അപ്പൊ ഒരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് സ്റ്റാഫോ അങ്ങനത്തെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ ID കാർഡ് വെച്ചുകൊടുത്താൽ മതി. കുട്ടിയുടെ ആധാർ കാർഡ് വേണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ID കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക്, ഇൻകം സർട്ടിഫിക്കറ്റ്. SC ST അല്ലെങ്കിൽ OBC അത് ആ കാറ്റഗറി കൂടി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ബഡ്ഡി ഫോർ സ്റ്റഡിയുടെ പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫോം ഫില്ല് ചെയ്യുക, ആവശ്യമായ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഈ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് വെബ്സൈറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കൂടുതൽ ഇതുപോലെയുള്ള സ്കോളർഷിപ്പിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സ്കോളർഷിപ്പിന്റെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് അറിയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ സ്കോളർഷിപ്പ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.